എന്തായാലും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ അങ്ങനെ നിൽക്കുന്ന ലാലേട്ടന് ഈ തലസ്ഥാന നഗരിയിൽ വലിയ സ്വീകരണമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആ പരിപാടിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി വൈകിട്ട് 5-ന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അവിടെ നിന്നും അമൽ തേനമ്പറമ്പിൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഗുഡ് മോർണിംഗ് മോദി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 3 പന്തലുകളാണ് ഒരുങ്ങുന്നത്. ഈ പന്തലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. അതിനുശേഷം പരിപാടി കുറച്ചധികം മണിക്കൂറുകൾ അങ്ങ് നീണ്ടു നിൽക്കും. ഒരു ആഘോഷരാവായിരിക്കും തലസ്ഥാനത്തിന് ഇന്ന് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിശാഗതിയിലൊക്കെ പരിപാടി നടത്താൻ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നുവെങ്കിലും ആളുകൾ ഒരുപാട് ഒഴുകിയെത്തുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ ലാലേട്ടനെ ഒരു നോക്കുന്ന കാണാൻ, പ്രത്യേകിച്ചും ഫാൽക്കെ അവാർഡ് വാങ്ങി വരുന്ന ലാലേട്ടനെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അതിനായാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പരിപാടി മാറ്റിയത്. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 3000 കസേരകൾ ഉണ്ടാകും. ആ കസേരകൾ ഇട്ടതിന് ശേഷം ഇത് VIP ഗാലറിയാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഒരു 3000 കസേരകൾ ഉണ്ടാകുക. അതിന് തൊട്ട് പിന്നിലായി ഈ നിൽക്കുന്നതിന് പിന്നിലായുള്ള സ്ഥലത്ത് ഏകദേശം 7000-ഓളം കസേരകൾ ഉണ്ടാകും. അങ്ങനെ 10,000-ഓളം പേർക്ക് ഇരുന്ന് പരിപാടി കാണാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് ആർക്കും കടന്നു വരുന്ന ആളുകൾക്ക് പുറത്ത് നിന്ന് കാണേണ്ടി വരും. എവിടെ നിന്നാലും കാണാൻ പരുവത്തിലുള്ള ക്രമീകരണങ്ങളുമായി പലയിടങ്ങളിലായി LED വാളുകളും മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്റ്റേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിലുണ്ടാകും. ഫാൽക്കെ അവാർഡ് വാങ്ങിയ മോഹൻലാലിനെ മുഖ്യമന്ത്രി ആദരിക്കും. പ്രഭാവർമ്മ രചിച്ച ഒരു പ്രശസ്തി പത്രമുണ്ട്, അത് മുഖ്യമന്ത്രി മോഹൻലാലിന് കൈമാറും. അതിലെ വരികൾ ഗാനമായും ഇവിടെ ആലോചിക്കപ്പെടുന്നുണ്ട്. ഈ പ്രശസ്തി പത്രത്തിൽ എഴുതിയിരിക്കുന്ന വരികൾ പ്രമുഖരായ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങൾ ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്നു. മോഹൻലാലിനൊപ്പം മോഹൻലാലിൻ്റെ സിനിമകളിൽ അഭിനയിച്ച നടിമാർ, ശോഭനയടക്കം, ഉർവശിയടക്കം, മീനയടക്കം, ലക്ഷ്മി ഗോപാലസ്വാമി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ അവതരിപ്പിക്കുന്ന അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ സിനിമകളിൽ പാടിയ MG ശ്രീകുമാർ അടക്കമുള്ള ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. സുജാതയുണ്ട്. അതോടൊപ്പം തന്നെ സിത്താര അടക്കമുള്ള പുതുതലമുറയിലെ ഗായകരും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ വലിയൊരു ആഘോഷമായി തന്നെ ഇന്ന് വൈകുന്നേരം മുതൽ തിരുവനന്തപുരം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനുള്ള അന്തിമ ക്രമീകരണങ്ങളാണ്. അങ്ങോട്ടേക്ക് എത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടോ? അതിന്റെ മാനദണ്ഡങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കും അമൽ. കാരണം ചിലപ്പോൾ ദൂരെ നാട്ടിൽ നിന്നൊക്കെ ചിലരൊക്കെ എത്തുന്നുണ്ടാവണം ഫാൽക്കെ അവാർഡ് വാങ്ങി എത്തുന്ന ലാലേട്ടനെ കാണാനായി. മൂത്തി എല്ലായിടങ്ങളിലും ഈ കരൂർ എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ ഒരു ഞെട്ടലായി ഇങ്ങനെ ഇപ്പോഴും നിൽക്കുകയാണ്. അതിനാൽ തന്നെ എത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതിനാൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആളുകൾക്ക് ചില നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ തലസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിന് പരിസരത്തുള്ള റോഡുകളിലോ അതോടൊപ്പം തന്നെ ഇടറോഡുകളിലോ ഒന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവിടേക്ക് ഈ പരിപാടിക്കായി എത്തുന്ന ആളുകൾ പ്രസ് ക്ലബിന് മുന്നിലോ അല്ലെങ്കിൽ കണ്ടോൺമെന്റ് ഗേറ്റിലോ ആളുകളെ ഇറക്കി വാഹനങ്ങളെല്ലാം ഇവിടെ നിന്നും തിരിച്ചു കൊണ്ടുപോകണം. അത് പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം ഒരു 3 മണി മുതലൊക്കെ സെക്രട്ടേറിയറ്റും പരിസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡുകളിലേക്കൊന്നും അധികം അങ്ങനെ ആളുകൾ വാഹനവുമായി ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ പോലീസിനെ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് എല്ലാവരും സ്വയം നിയന്ത്രണം പാലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമൽ പറഞ്ഞത്. സ്വയം നിയന്ത്രിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എല്ലാവരും ആ കരുതലിലായിരിക്കും ഇന്ന് എത്തുക എന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് മുന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കരുതലോടുകൂടി ഈ തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ മോഹൻലാലിനെ കാണാനും എല്ലാവർക്കും കഴിയട്ടെ. അമൽ തേനമ്പറമ്പിലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.